നമ്മുടെ ആഞ്ചലാണ് നമ്മുടെ ടുഗദർ ലൈവിലുള്ളത് കേട്ടോ. ടുഗദർ ലൈവില് ആഞ്ചലാണ്. ദിവ്യ അപ്പൊ ഇനിയെങ്കിലും കാണാതിരിക്കുവോ കുക്കിംഗ് ചേച്ചി? വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലേ? കുക്കിംഗ് വീഡിയോ ഞാൻ ഇപ്പൊ ഇടാറില്ല ചേച്ചി. നേരത്തെ എല്ലാം ഇടുമായിരുന്നു. അതായത് പഴയത്, അതായത് എന്റെ ചാനലൊക്കെ തുടങ്ങിയ സമയത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. അയ്യോ, ഞാൻ എന്റെ തന്നെ ഞാൻ എത്ര വട്ടാ കണ്ടിരിക്കുന്നത്. അയ്യോ, ഞാന് ചുമ്മാ ലൈവ് കൂടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ലൈവ് ഞാൻ ഇട്ട ലൈവ് കഴിഞ്ഞിട്ട് നമ്മള് നോക്കില്ലേ, അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം. എവിടെ ഇനി നാട്? അങ്ങനെ ചെയ്യണ്ട. എന്റെ നാട് കോട്ടയം. കോട്ടയം. അത് സെയിം വൈഫൈ ഉള്ളിടത്തൊന്നും സെയിം വൈഫൈ ഉള്ള മൊബൈലിൽ നിന്നും കാണാൻ പാടില്ല എന്നാണ് ചേച്ചി. ശരി, അറിയില്ലല്ലോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, പറഞ്ഞു തരുന്നത്. ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാണരുത്. നമ്മൾ മോണിക്കൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഇത് ചില സമയത്ത് ഇഷ്യൂസ് ആകാൻ ചാൻസസ് ഉണ്ട്. അപ്പം പിന്നെ ഈ കോപ്പി റൈറ്റ് തന്ന ഭാഗത്തൊക്കെ ഞാൻ ഇത് ചെയ്തോ, കട്ട് ചെയ്തോ? അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, ആക്ച്വലി നമ്മൾ കോപ്പിറൈറ്റ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നമുക്ക് മോണിക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ചേച്ചി. അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ആവും. നേരത്തെ ചെയ്തൊന്നും കുഴപ്പമില്ലല്ലോ ചോദിക്കുക. ഇല്ലില്ല, നമ്മൾ ആക്ച്വലി നമ്മുടെ കോപ്പിറൈറ്റ് വരുന്ന ആ സമയത്ത് തന്നെ അത് ക്ലിയർ ആക്കി പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും ക്ലിയർ ആക്കാനായിട്ട്. കുറച്ചേ വന്നിട്ടുള്ളൂ. കുറച്ച് പാട്ടുകൾക്കും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ലൈവിന് വന്നിട്ടുണ്ടായിരുന്നു, ഒരിടത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതെല്ലാം ചെയ്തു. അത് സ്റ്റാർട്ട് വരുന്ന അപ്പൊ തന്നെ അങ്ങ് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറന്നു പോകും. മോണിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് അവർ കണ്ടുപിടിക്കും. അവർ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും കണ്ടുപിടിക്കും ചേച്ചി. ഞാൻ എന്റെ തന്നെ നോക്കുന്ന കാര്യം അറിയിക്കണം. ഞാൻ എത്ര വട്ടം എന്റെ ഈ മൊബൈലിൽ തന്നെ നോക്കി. ഇല്ല, ഇനി അത് ചെയ്യാതിരുന്നാ മതി കേട്ടോ. അത് നമുക്ക് പലർക്കും അത് അറിയില്ല. ആക്ച്വലി ഇനി അത് ചെയ്യാതിരുന്നേച്ചാ മതി. ഇനിയിപ്പോ അതിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് എല്ലാവരും മോണിറ്റൈസേഷൻ കേട്ടോളൂ നമ്മുടെ ഏഞ്ചൽ പറയുന്നതൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിവ്യ, അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്, ഞാൻ പറഞ്ഞാൽ പതിവ് ചോദിക്കുന്നു. ആരൊക്കെയുണ്ട് വീട്ടിൽ? എന്റെ വീട്ടിൽ അയ്യോ, അതൊക്കെ ചോദിച്ചൊന്നും ഞാൻ കണ്ടില്ല. എന്ത് ചെയ്യുവാ ചോദിക്കുന്നുണ്ട്. ഏഞ്ചൽ എവിടെ ചോദിക്കുന്നത്? എന്ത് ചെയ്യുവോ ചോദിക്കുന്നു. എന്റെ വീട് കോട്ടയമാണ്. ഞാൻ മെഡിക്കൽ പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വീട്ടില് ഹസ്ബൻഡ് 2 കുട്ടികളുണ്ട്. ഹായ് സൂര്യക്കുട്ടി. എപ്പിക് ട്രാവൽ എത്തി. ഇപ്പുറത്തിരിക്കുന്ന സായിപ്പ്. ദിവ്യ, അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. ഞാൻ പറഞ്ഞാൽ മതിയോ? എടാ ബിഗ് ബോസ്. ലോക്ക്ഡൌൺ ഹലോ പറയുന്നത്. ഹൈ ലോക്ക്ഡൌൺ, ഹലോ ബിഗ് ബോസ് എടാ സൂര്യ, ഈ തൊപ്പിയും കണ്ണടയും നിനക്ക് ഇന്നലെ ഓൾറെഡി തന്നതാണ്. ഇനി ഒരു പ്ലേറ്റ് മിച്ചില്ലേ, അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം. ലോക്ക്ഡൌൺ വസന്ത് എന്ന് പറയുന്നുണ്ട്. ഉங்க பேர்ல வசந்த், லாக்டவுன் வசந்த். ഏയ് ബിഗ് ബോസേ വേണ്ട. ആറ് പേരുണ്ട്. അതിന്റെ സോറി വെള്ളപ്പാറ്റാന്ന്. സോറി വെള്ളപ്പാറ്റയായി. രാജാറാണി മണ്ടൂസേ വേണ്ട. എനിക്ക് തന്നെ പിന്നെ വീണ്ടും ഇങ്ങനെ വന്ന് എന്ന് പറയുന്നു. അതെ, ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് സൂര്യ. ഷാൻ ചേട്ടൻ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പോയെന്ന് തോന്നുന്നു. ലൈവ് താനാ? ലൈവ് താൻ ടുഗദർ ലൈവിൽ വന്നിട്ടത് நம்ம ஏஞ்சல் சேனல் வந்து ஏஞ்சல் வந்திருக்காங்க. ഏഞ്ചൽ, തമിഴ് അറിയാമോ? അമ്മ, എനിക്ക് തമിഴൊന്നും അറിയില്ല. എന്റെ തമിഴ് കേട്ടാ ചിലപ്പോ ഉണ്ടല്ലോ ലോക്ക്ഡൌൺ ഒക്കെ അതെ, ഓടും. ഏഞ്ചൽ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഏഞ്ചല് ഞാൻ കോട്ടയമാണ് ചേച്ചി. ஏஞ்சல் வந்து கோட்டயம் தான் இருக்காங்க. അയർലാൻഡ് പോകുന്നത്. ചേച്ചി, ഞാൻ പോയി വരാം, ഇത്തിരി ബിസിയാണ് എന്ന് പറയുന്നത്. ഓക്കെ ദിവ്യ കുട്ടി, ഓക്കെ ബായിട്ട് വന്നതിന് ലൈക്ക് ഇട്ടതിനൊക്കെ താങ്ക്സ് കേട്ടോ. സൂര്യ ഡൺ എന്ന് പറഞ്ഞത്. ലോക്ക്ഡൌൺ அவங்க നെയിം வந்து ഏഞ്ചൽ, കോട്ടയം இருக்காங்க. നഴ്സ് അല്ലേ? അതെ. നഴ്സ്.
நேசாய் ஒர்க் பண்றேன்.